വടകരയിലേക്കൊന്ന് പോയി വരാം. പരാജയഭീതിയിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കി വടകരയെ മുറിവേൽപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം CPM-നാണെന്നാണ് KK രമ പറഞ്ഞത്. ഉത്തരേന്ത്യൻ ഹിന്ദു രാഷ്ട്രീയം കേരളത്തിൽ BJP-യെക്കാളും CPM പ്രചരിപ്പിച്ചു. മണ്ഡലത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത CPM പ്രചാരണം വഴിതിരിച്ചു വിട്ടുവെന്നും രമ ആരോപിച്ചു. പ്രതികരണം കേൾക്കാം. പൂർണ്ണമായിട്ടും മതപരമായിട്ട് വർഗീയമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കാനുള്ള വളരെ കൃത്യമായ ശ്രമങ്ങൾ വടകരയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മലീമസമായ ഒരു മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബോധപൂർവമായി അത്തരമൊരു ചേരിതിരിവിലേക്ക് ഇവിടെ CPM എത്തിച്ചതാണ്. ഇവിടെ അതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. പല യോഗങ്ങളിലും CPM-ലെ നേതാക്കന്മാരൊക്കെ പോയി പ്രസംഗിച്ചത് നിങ്ങൾ നോക്കൂ. രാത്രി കാലങ്ങളിൽ വളരെ പാതിരാവായിട്ടും തട്ടമിട്ട ആളുകൾ വന്നിരിക്കുന്നത് മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ആലോചിക്കാൻ പറ്റാത്തതാണ് നമുക്ക്. അത് എന്ത് രാഷ്ട്രീയമാണ്? നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് പോകണ്ട, കേരളത്തിൽ മാത്രം മതി. എന്തിനാണ് BJP-യെ സംസാരിക്കുന്നത്? BJP-യെക്കാളും വളരെ നന്നായിട്ട് ഇങ്ങനെ വർഗീയതയും മതവും പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ കേരളത്തിലെ ജനത എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? AK അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, KK രമ പറയുന്നതനുസരിച്ച് വടകരയിൽ വർഗീയ പ്രചരണം നടത്തിയതിൻ്റെ ഉത്തരവാദിത്വം CPM-നാണ് എന്നാണ്. ഈ കാഫിർ പ്രയോഗമടക്കം വടകരയിൽ അനാവശ്യമായ ചില പദപ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുസ്ലിം സമുദായങ്ങൾക്ക് എതിരെ ടീച്ചർ നിൽക്കുന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. വ്യാജ വീഡിയോ വിവാദം ഉണ്ടായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ KK രമ പറയുന്നത്? അരുൺകുമാർ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം വടകരയിലെ ജനങ്ങളിൽ മുറിവേറ്റിരിക്കുന്നു, വർഗീയമായി ചേരിതിരിവ് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള അതിഗുരുതരമായ ആരോപണമാണ്. അതിന് വേദിയൊരുക്കിയത് അല്ലെങ്കിൽ അതിന് നിലവൊരുക്കിയത് CPM ആണ് എന്നുള്ള കാര്യം കൂടിയാണ് KK രമ പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ, പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയവും സർക്കാരിനെതിരെയുള്ള പ്രശ്നങ്ങളുമൊക്കെയായിരുന്നു അവിടെ പ്രചാരണ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ പിന്നീട് ഇത് വഴിതിരിച്ചുവിടുകയാണ് CPM ചെയ്തത്. പ്രത്യേകിച്ച് പാനൂർ ബോംബ് സ്ഫോടനത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു നിലപാട് CPM-ന്റെ ഭാഗത്തുമുണ്ടായത് എന്നാണ് KK രമ പറയുന്നത്. ഇതിന് പിന്നാലെ കാഫിർ എന്നുള്ള പ്രയോഗമടക്കം അത് വ്യാജമായി സൃഷ്ടിച്ചു. പക്ഷേ ഇക്കാര്യത്തിലൊന്നും പരാതി നൽകിയിട്ട് പോലും ഒരു നടപടി എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ BJP നടത്തുന്ന അതേ രാഷ്ട്രീയമാണ് കേരളത്തിൽ CPM വടകരയിൽ പയറ്റിയത് എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും വടകരയിൽ വലിയ തരത്തിൽ മുറിവേറ്റിരിക്കുന്നു. ഇതിന്റെ പൂർണ്ണമായുള്ള ഉത്തരവാദിത്തം CPM-നാണ്. അത് അവർ ഏറ്റെടുക്കണം എന്നുള്ള കാര്യം കൂടിയാണ് KK രമ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വടകരയിൽ UDF വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ UDF-ന്റെ വിജയത്തിൽ മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ചത് RMP ആണ് എന്നുള്ള കാര്യം കൂടി പറയുന്നു. പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നാക്കായി അവർ തന്നെ പ്രവർത്തിച്ചു. CPM-നെതിരെയും അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന മറ്റു കാര്യങ്ങൾക്കെതിരെയും ഒക്കെ അവർ നിലപാട് സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി അവർ നിന്നു. വടകരയിൽ ഞങ്ങൾക്ക് UDF-മായി പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും വടകരയിൽ UDF വിജയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ള കാര്യം കൂടിയാണ് KK രമ പറയുന്നത്. അതോടൊപ്പം തന്നെ CPM-നെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തിക്കൊണ്ടുവരാനും അവർ ശ്രമിക്കുകയാണ്. അരുൺ, AK അഭിലാഷാണ് KK രമ എന്താണ് പറഞ്ഞതെന്ന് പ്രേക്ഷകരോട് അറിയിച്ചത്. എന്തായാലും വടകരയിൽ സംഭവിച്ചത് ഒരു ജനാധിപത്യ സംസ്കാരമുള്ള ഒരു നാടിന് ചേരാത്ത പണിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വർഗീയ പ്രചരണം, വ്യക്തിഹത്യ, വ്യാജ വീഡിയോ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. വടകരയിൽ നടന്നത് അനാരോഗ്യകരമായ പ്രചരണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു പ്രേക്ഷകൻ, ഗതാഗത വകുപ്പ് ഇപ്പോൾ മേയറല്ലേ ഭരിക്കുന്നത് എന്നൊരു ട്രോള് വരുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പോക്കർ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗവൺമെൻറ് നേരിട്ട് നടത്തണം, അപ്പോൾ ഈ പറയുന്നവരുടെ ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും എന്ന് അബ്ദുൾ ജലീൽ പറയുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് ഗവൺമെൻറ് ആണ് നടത്തുന്നത്, RTO തന്നെയാണ് നടത്തുന്നത്. പക്ഷേ പഠിപ്പിക്കുന്നത് ഈ പറയുന്ന സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളാണ് എന്ന് മാത്രം. റോഡിൽ ഓടിച്ചിട്ട് എടുക്കുന്നത് ഏറ്റവും നല്ലത്. വെറുതെ ആളുകൾക്ക് ലൈസൻസ് കൊടുത്തിട്ട് എന്തിനാണ് എന്ന് ഷിനു P. ജോസ് ചോദിക്കുന്നുണ്ട്. ഷിനുവിൻ്റെ ചോദ്യം വാലിഡാണ്. അതാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. ആദ്യം റോഡ് ടെസ്റ്റ്, അതിനുശേഷം എടുക്കുക, അതിനുശേഷം പോവുക. 40 പേർക്ക് ഒരു ദിവസം ടെസ്റ്റ്, 30 പേര് പുതുതായിട്ട്, 10 പേര് ഫെയിലായ ആൾക്കാരെ 10 പേരെ, അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. പണ്ടൊക്കെ 100 അടിച്ചു വിട്ടേക്കുന്ന 60 ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം 100 ടെസ്റ്റ് നടത്തും. അതിനിടയ്ക്ക് പോയിട്ട് വെഹിക്കിളിൻ്റെ കപ്പാസിറ്റി നോക്കും. അപ്പോൾ വാഹനങ്ങൾ പരിശോധിക്കാൻ പോകും. ഇതെല്ലാത്തിനും സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കും. ഇങ്ങനെ മോട്ടർ അടിക്കുന്ന പോലെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അതാണ് ഈ പരിപാടി ഇപ്പോൾ KB ഗണേഷ് കുമാർ വന്നതിന് ശേഷം നിർത്തലാക്കിയിരിക്കുന്നത്. പലർക്കും നീരസമുണ്ട്. നീരസം അവിടെ ഉണ്ടെങ്കിലും അസൗകര്യം ഉണ്ടാവാതെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. മാവേലിക്കരയിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ സർക്കാർ പറഞ്ഞതുപോലെ ഗ്രൗണ്ട് എടുക്കൽ, അവിടെ സമരമില്ല എന്ന് പറയുന്നുണ്ട്. മൈ സപ്പോർട്ട് ഗണേഷ് എന്ന് അഹമ്മദ് കബീർ പറയുന്നു. ജില്ലയിൽ ഒരിടത്തായിട്ട് നടത്തുക, ഇത് വെറുതെ എല്ലായിടത്തും നടത്തി ചറപറാന്ന് ലൈസൻസ് കൊടുത്തിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നു മറ്റൊരു പ്രേക്ഷകൻ. അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പുതിയ രീതിയിലുള്ള നിയമങ്ങൾ നല്ലത് തന്നെ. പക്ഷേ നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കാൻ റോഡ് സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും റോഡിലെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും സർക്കാർ തയ്യാറാവണം. അത് ശരിയാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് നിന്നൊരു വാർത്ത എത്തുന്നുണ്ട്. പാലക്കാട് രാമശ്ശേരിയിൽ തലയോട്ടി കണ്ടെത്തിയിരിക്കുന്നു.
രാമശ്ശേരി ക്വാറിക്ക് സമീപം നാട്ടുകാരാണ് തലയോട്ടി കണ്ടെത്തിയത്. പ്രദേശത്ത് പോലീസ് പരിശോധന നടത്തുകയാണ്. ക്വാറിയിൽ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കണ്ടെത്തിയ തലയോട്ടി